അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗതം. ഇന്നെല്ലാവരും ഉണ്ട് അല്ലേ? പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. നജാദ് ഉണ്ടല്ലോ. നജാദ് പുതിയ ആളല്ലേ? നീലുണ്ടേനാ? നജാദ്, അസ്മില്, ഷാദിന്, സയാൻ. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്നേ നമ്മൾ ചെറിയൊരു ഗെയിം. നിങ്ങളൊക്കെ 5ാം ക്ലാസ്സിലല്ലേ? മോൻ എത്രയല്ല? 3-ല്, 2-ല്, ബാക്കിയുള്ളവരൊക്കെ 5ാം ക്ലാസ്. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഗെയിമാണ്. കാരണം നിങ്ങൾ 5ാം ക്ലാസ്സിലെത്തുമ്പോൾക്ക് പഠിക്കുന്ന ഒരു സാധനമാണ് മദ്രസയിൽ. 3 ദിവസം പഠിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അടുത്ത് പഠിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഏതായാലും ഇതൊരു ചെറിയൊരു ഗെയിമാണ്. നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ച സംഗതിയാണ്. എന്നാലും അധികം വൈകിപ്പിക്കണ്ടല്ലോ. ജയിക്കുന്ന ആൾക്ക് സമ്മാനം കൊടുക്കണ്ടേ? നിർബന്ധമല്ലേ? ഓക്കെ. അപ്പോൾ ജയിക്കുന്ന ആൾക്ക് എന്തുണ്ട്? സമ്മാനമുണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് ചിത്രങ്ങൾ നിങ്ങളെടുത്ത് തരും. ചിത്രങ്ങൾ, പക്ഷെ അതെന്താന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് ക്രമത്തിലാക്കണം. നിങ്ങൾ പഠിച്ച എന്തോ ഒരു സംഭവമാണ്, പക്ഷെ അത് ക്രമത്തിലൊന്നല്ല, ചിത്രങ്ങൾ മാത്രമാണ്, സൂചന മാത്രമാണ്. അപ്പോൾ ആ ചിത്രങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ ആർക്കൊക്കെ ഓർമ്മയുണ്ട്, ആരൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കുന്നു എന്നതാണ് അതിൻ്റെ പരിശോധന. അപ്പോൾ രണ്ടാളും ഒരു ചിത്രത്തിന് വേണ്ടി അടികൂടൂലേ? അങ്ങനെ വേണ്ട. നമുക്കിപ്പോൾ ആദ്യം നിങ്ങളൊരു ടീം, നിങ്ങൾ 3 ടീം. മോനൂസ്, ഷാദില്, ഇങ്ങനെ 5 ആളേ ഉള്ളൂ. 6 ആളുണ്ടെങ്കിൽ നമുക്ക് 3 ആക്കിയാണ്. അപ്പോൾ ആദ്യത്തെ കളി എടുത്തു വെക്കട്ടെ. എൻ്റെ കയ്യിൽ കുറച്ച് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾ ഞാൻ മുമ്പിൽ വെച്ച് തരും. ആദ്യം ആരാ കളിക്കുന്നത്? ഇവർ 2 ആളും കേട്ടോ. ഷാദിലും മോനൂസാണ് ആദ്യം. ഈ ചിത്രങ്ങൾ തരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത് പ്രകാരം ക്രമപ്രകാരം വെക്കണം. എന്നിട്ട് എനിക്ക് വിശദീകരിച്ച് തരണം എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് അറിയണം. അപ്പോൾ ഞാൻ ആദ്യം ചിത്രങ്ങൾ തരാൻ പോവാണ്. നിങ്ങൾ കുറച്ച് നേരം ആലോചിക്കുക എന്തൊക്കെയാണിത്, എന്നിട്ട് ക്രമപ്രകാരം വെക്കുക കേട്ടോ. ആയിക്കില്ല. ഇത് എത്ര ഉണ്ട്? 5. ഒരു 5 ചിത്രം ഉണ്ടേ. ഇത് നിങ്ങൾ ക്രമപ്രകാരം വെക്കണം. എന്താ ഉദ്ദേശം നിങ്ങൾ കണ്ടുപിടിക്കണം. നോക്കട്ടെ, റെഡിയായോ? ഞാൻ എന്താ ഉദ്ദേശിച്ചവര്? രാവിലെ 5:12 മറ്റേ സൂര്യന് ഉദിച്ചു വന്ന്, അന്നേരം പക്ഷികളൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ വെളിച്ചൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ രാത്രിയായി അല്ലേ? അതൊരു കണ്ടുപിടുത്താണ് അല്ലേ? അടിപൊളി കണ്ടുപിടുത്താണ് അല്ലേ? എന്തോ പറഞ്ഞു പോനെ. രാവിലെ 5 മണിക്ക് സൂര്യൻ ഉദിച്ചു, എന്നിട്ട് പക്ഷികളൊക്കെ പറക്കാൻ തുടങ്ങി. എന്നിട്ട് വെളിച്ചക്കായി കുറച്ച് കഴിഞ്ഞപ്പോ രാത്രിയായി അല്ലേ? അടിപൊളിയല്ലേ? ഒന്ന് കൈയടിക്കല്ലാരും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച വേറൊരു സാധനമാണ്. ഒരു സാധനം കൂടി തന്നാൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും. അപ്പോൾ അതും കൂടി തരാം. വേറെ കുറച്ച് നേരെ വെക്ക്. ഇത് നേരെ വെക്കാനാ? പറ എങ്ങനെ വെക്കണ്ടേ നിങ്ങൾ തീരുമാനിച്ചോ. മഗ്രിബ് എന്നുണ്ട്, സുബഹി എന്നുണ്ട്, ഇശാ എന്നുണ്ട്, പിന്നെ അതേതാ അസറുണ്ട്, ഒന്നുകൂടി ഉണ്ടാവുമല്ലോ ദുഹർ. ഇനി എങ്ങനെ വെക്കുക? ഈ ചിത്രം നോക്കിയിട്ട് ഏതാണ് മഗ്രിബ് ഏതാണ് അസർ അതിൻ്റെ ക്രമത്തിൽ വെക്കാനാവുമോ? വല്ലതും അറിയോ? കിട്ടുന്നുണ്ടോ? ളുഹറിന്റെ സമയതാ? നിങ്ങൾ കാണുമ്പോൾ തിരിയുന്നുണ്ട് അല്ലേ? ഇത് ഉച്ചയൊക്കെ തിരിയുന്നുണ്ട്. സുബഹിന്റെ സമയതാ? സുബഹിന്റെ സമയതാന്ന് പറയും. നേരം പുലരുന്നതിന് മുമ്പല്ലേ? അല്ലേ? നേരം പുലരുന്നതിന് മുമ്പ്. ഞാൻ വെച്ചത് തെറ്റിക്ക്. ഇത് വെച്ചത് തെറ്റിക്ക്. അത് പോട്ടെ, അത് ഇനി കണ്ടുപിടിച്ചത് നല്ലതുണ്ട്.
ഒരു കഥയാക്കി എടുത്തിരിക്കുന്നു. അടിപൊളി. ഓക്കെ. അല്ല സുബ്ഹ് രാത്രി തിരിയുന്നുണ്ടോ? രാത്രി ഏതാ തിരിയുന്നുണ്ടോ? ഏതാ? രാത്രി ആ അപ്പോൾ അത് വെക്ക്. അപ്പോൾ സുബി ഇതാ വെച്ചേ. അപ്പോൾ അസറ ഏതാ വെക്കുക? അത് ദൂരോ? 5 മണിക്കോ? ഇത് 5 മണിയല്ല, 12 5 12 5 ഇല്ല, മോശം. ചങ്ങായി 5 മണിയാ? ആ തന്നെ ദൂരെ അതിനെ വെക്കുക. ആ 2 റെഡിയായില്ലേ? ഇത് രാത്രി, ഇത് ദൂറ്, 3 റെഡിയായി. സുബി റെഡിയായി. ഇനി മഗ്‌രിബ്, അസറോ രാത്രിയോ? ഇത് രാത്രി അല്ലല്ലോ. ഞാൻ ഒന്നുകൂടെ റെഡി ആയി തരട്ടെ? ഞാനൊന്ന് റെഡി ആയി തരട്ടെ? ആദ്യം സുബി അല്ലേ? സുബി എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നു. ഓക്കെ. അടുത്ത ഏതാ? സുബി കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം ഏതാ? ദുഹറല്ലേ? എനിക്ക് തോന്നിയാ പോരാ, വെക്കണം. തോന്നിക്കാലോ. ദുഹർ. ഇത് മാറ്റാൻ പറ്റൂ? ഇത് മാറ്റാൻ പറ്റൂ? ഞാൻ ഇപ്പൊ ചെയ്തിക്കില്ലേ, അന്നേരം ഇത് മാറ്റാൻ പറ്റൂ? അസർ 5 മണി അല്ലേ? വൈകുന്നേരം 5 മണിന്റെ സമയത്തൊക്കെ അസറല്ലേ അല്ലേ? ഇത് നോക്കടോ, ഇത് വൈകുന്നേരാ. ആ ചിത്രം കണ്ടോ ബാക്കിൽ? വൈകുന്നേരം. ഇത് മഗ്‌രിബ്. ഇത് പക്ഷിയൊക്കെ യെസ്, മഗ്‌രിബ്. ഇതെന്താ പഠിപ്പിച്ചേ? നേരത്തെ നിസ്കാരാണ് അല്ലേ? ഏതൊക്കെ നിസ്കാരം? സുബ്ഹ്, ആ ളുഹ്റ്, ആ അസർ, ആ മഗ്‌രിബ്, ആ ഇശാ. അടിപൊളി അല്ലേ? അറിയില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? എല്ലാവരും നിസ്കരിക്കലുണ്ടോ? ഇത് കളി ഇഷ്ടപ്പെട്ടോ? കുറച്ച് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു ഗെയിമാണ് കേട്ടോ. പക്ഷെ ഓൻ ആദ്യം കണ്ടുപിടിച്ച ആ സംഭവം അടിപൊളിയായില്ലേ? രാവിലെ നേരം പൊളിക്കുന്നു, പക്ഷി പറക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ അടിപൊളിയായില്ലേ? ഓ, എല്ലാത്തിനും ഗിഫ്റ്റ് ഉണ്ട്. അനക്കുണ്ടോ? ആ അവന് നിസ്കാരം 5 നിസ്കാരം പറഞ്ഞല്ലോ, അപ്പോൾ അവനക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ആ, അതും കൊടുക്കാം. അടുത്ത കുറച്ച് ചിത്രങ്ങളാണ്, അത് ക്രമപ്രകാരം വെക്കണം കേട്ടോ. എന്തൊക്കെ ചിത്രമാണ് ആദ്യം പറയും? എന്താ കയ്യില്? കയ്യില് മറ്റേ നമ്മള് പള്ളിയിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു ബാങ്ക് കൊടുക്കുന്നതിന്റെ നമ്പർ. പിന്നെ അടുത്തതോ? ഇത് മറ്റേ സക്കാത്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇത് മറ്റേ ഇതെന്താ? ഷഹാദത്ത് കലിമ. ഇതങ്ങ് കിട്ടി. പിന്നെന്താ? ഇത് മറ്റേ റമളാൻ. അത് കിട്ടിയില്ലേ വേഗം? ക്രമപ്രകാരം വെക്കണം. ഒന്നാമത്തെ ഏതാ വരിക? രണ്ടാമത്തെ ഏതാ വരിക? മൂന്നാമത്തെ ഏതാ വരിക? ഒന്നാമത്തെ ഏതാ വരിക? ഒന്നാമത്തേത് ഫസ്റ്റ് ഒന്ന് ഷഹാദത്ത് കലിമ, രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ചൊല്ലുക. രണ്ടെന്തേനു? എന്താ സംഭവം? ഇത് എന്തെന്നാ ഈ 5 എന്തെന്നാ? മറ്റേ ഇസ്ലാം എന്താണ്? ഇസ്ലാം കാര്യം. ഇസ്ലാം കാര്യങ്ങൾ. ഇത് കുറച്ച് എളുപ്പല്ലേ? എന്നാ രണ്ടാമത്തെ എന്തെന്നാ? രണ്ടാമത്തെ കിട്ടി. രണ്ടാമത്തെ എന്താ കാര്യം പറയും? രണ്ടാമത്തെ എന്താ കാര്യം പറയും? ഇസ്ലാം കാര്യം രണ്ടെന്താ? അല്ല സമയമായെന്നറിയുക. സമയമായെന്നറിയുക. 5 സമയത്ത് നിസ്കാരം നിലനിർത്തുക. പിന്നെ സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കുക. കൊടുക്കുന്ന ചിത്രമാണ് അല്ലേ? പിന്നെ റമളാൻ മുഴുവൻ നോമ്പ്. റമളാൻ മാസം നോമ്പ് വെക്കുക. ഇതെങ്ങനെയാ റമളാൻ മാസം നോമ്പ് വെക്കലാ മനസ്സിലായത്? ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കുക അല്ലേ? പിന്നെ ഹജ്ജ് ചെയ്യുക. അപ്പോൾ 5 ഇസ്ലാം കാര്യങ്ങളാണ് അല്ലേ? അതും കറക്റ്റായിട്ട് പഠിച്ചില്ലേ? ഇനി വേണമെങ്കിൽ ഓരോന്നിൻ്റെ നേരെ എഴുത്ത് കൊടുക്കും. അപ്പോൾ ക്ലിയർ ആയില്ലേ? 5
ഇത് ഹജ്ജ് എല്ലാവരും കൂടിയല്ലേ ഇത് അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് ഉച്ചരിക്കുക. പിന്നെ മൂന്നാമത്തെ ചിലരോ മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക. നാലാമത്തത് മാസം നോമ്പ് നോക്കുക. അടുത്തത് ഹജ്ജ് ചെയ്യുക. കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുക. അപ്പൊ റെഡിയായില്ലേ? ആ ഇനി എല്ലാവരും ഒരു ക്ലാപ്പ്, ഒറ്റ ക്ലാപ്പ് പ്രോത്സാഹിപ്പിക്കൂ. റെഡി അല്ലേ? ആ ഒരു ക്ലാപ്പ് കൊടുത്താലേ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പങ്കെടുത്തു അല്ലേ? 2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കളിപ്പിച്ചത്, ഈ ഗെയിം വെച്ചത്. എല്ലാവർക്കും സമ്മാനമുണ്ട്. പോരെ? ആയിക്കോട്ടെ. അത് പോരെ? എല്ലാവരും നല്ല മെനക്കെട്ടില്ലേ? മോനോസ് വരെ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാവരും എല്ലാവർക്കും പറഞ്ഞു. ഇവനൊരു അടിപൊളി സംഭവം പറഞ്ഞു. അതേപോലെ ഇവർ കണ്ടുപിടിച്ചു. ഇപ്പം എല്ലാവരും പാർട്ടിസിപ്പേഷൻ ചെയ്തു. ഇപ്പം എന്താ സമ്മാനം വേണ്ടി? എല്ലാവരും ഇവിടെ അല്ലേ? ആ നമ്മുടെ മത്സരത്തിലൊക്കെ എല്ലാവരും ജയിച്ചു. അപ്പോൾ ഇവർക്കുള്ള സമ്മാനദാനം നിർവഹിക്കപ്പെടുകയാണ്. ഓരോരുത്തരെ പേര് വിളിക്കുമ്പോൾ വന്ന് സ്വീകരിക്കേണ്ടതാണ്. ഓക്കെ ഓക്കെ അല്ലേ? നിങ്ങൾ സന്തോഷവാന്മാരല്ലേ? സന്തോഷവതികളല്ലേ? ആണോ? സന്തോഷവതികൾ എന്ന് പറഞ്ഞാൽ അപ്പൊ സന്തോഷവാന്മാരാണോ സന്തോഷവതികളാണോ? സന്തോഷവാന്മാർ. നമുക്ക് സമ്മാനം തട്ടേ? ഞാൻ പേര് വിളിക്കുന്നവർ വരിക. ആദ്യം മുഹമ്മദ് ദയാൻ. അങ്ങോട്ട് നോക്ക്, സമ്മാനം സ്വീകരിക്കുമ്പോതാ. പോട്ടെ, നടന്നാ മതിയേ. അടുത്ത ആൾ വരൂ. ഇല്ല, അഷ്മിൽ ജിനാൻ. സമ്മാനം ഏറ്റുവാങ്ങുന്നു. അടുത്ത ആൾ വരൂ. ആമിർ ഷാൻ. ആമിർ എന്നല്ലേ പേര്? ഓക്കെ, ആമിർ. അടുത്ത ആൾ വരൂ. ഷാദിൽ. ഓക്കെ, അടുത്ത ആൾ വരൂ. നജാദ്. ഓക്കെ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.